അടുത്ത 2009 മുകളിൽ വാഗണർ, നമ്മൾ 1,00,000 1,50,000 ബഡ്ജറ്റിൽ 2009 മുകളിൽ വാഗണർ. അത് 2029 വണ്ടിക്ക് പേപ്പറുണ്ട്. 2009 മുകളിൽ വാഗണർ LXI വണ്ടി. 2005 മുകളിൽ ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി വീണ്ടും റീടെസ്റ്റ് 2030 വരെ പേപ്പറുണ്ട്. 30 വരെ. അടുത്ത നമ്പർ I10 ഓട്ടോമാറ്റിക് വണ്ടി, ഒരു ലോ ബഡ്ജറ്റ് ഓട്ടോമാറ്റിക് വണ്ടി. 2009 മുകളിൽ I10, 2029 വരെ പേപ്പറുണ്ട്. അത് ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി. അടുത്ത ഒരു വാഗണർ 2014 മുകളിൽ വാഗണർ, ക്ലീൻ പീസ് വണ്ടി. 14 വെറും 40,000 കിലോമീറ്റർ, 40,000 കിലോമീറ്റർ ഓടി 2014 മുകളിൽ വാഗണർ VXI വണ്ടി. 2018 മോഡൽ സെലേറിയോ VXI ഓട്ടോമാറ്റിക് വണ്ടി. 2018 മുകളിൽ സെലേറിയോ VXI ഓട്ടോമാറ്റിക് വണ്ടി. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ചന്ദനത്തോപ്പ് ഇൻഡസ് എന്ന് പറയുന്ന ഷോപ്പിലാണ്. അതായത് കൊല്ലം ജില്ലയിൽ ചന്ദനത്തോപ്പ് എന്ന് പറയുന്ന ഭാഗത്ത്, കൊല്ലം ചിന്നക്കടയിൽ നിന്ന് കുണ്ടറയിലോട്ടൊക്കെ പോകുന്ന വഴിക്കാണ് ചന്ദനത്തോപ്പ് എന്ന് പറഞ്ഞത്. സ്ഥിരം കാണാത്തവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞു തന്നെ. അപ്പോൾ ഇൻഡസിൻ്റെ ഷോപ്പിലാണ് വന്നേക്കുന്നത്. ഒരുപാട് വണ്ടികൾ വന്ന് കിടപ്പുണ്ട്. ചെറുത് ഓൾട്ടോസാണ് തോനെയാണെന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്, ഒറ്റ ഓട്ടോയിൽ. പിന്നെ വാഗണർ എല്ലാം ഉണ്ട്. അപ്പോൾ ചെറിയ 1,00,000 രൂപ തൊട്ടൊക്കെ നോക്കുന്ന വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്ക് ഉപകരിക്കുന്ന ഒരു നല്ല വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ മഴയൊക്കെ അല്ലേ, അപ്പം ചെറിയൊരു 1,00,000 രൂപയോ അല്ലെങ്കിൽ ഒരു 1,50,000 രൂപയ്ക്കൊക്കെ നല്ല വണ്ടി കിട്ടിയാൽ എടുക്കാമെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊക്കെ ഉപകരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ ക്വാളിറ്റിയൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. ബാ. ഡിക്സൺ ബ്രോ, വണ്ടി എല്ലാം വീഡിയോ കാണിക്കാൻ വേണ്ടി ഉടായ്പ പരിപാടികൾ കാണിച്ചു നോക്കുവാണ്. നമുക്ക് നേരെയുള്ള പരിപാടി മാത്രമേ അതിനകത്തുള്ളൂ. മഴയൊക്കെ ആയിട്ട് എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? മഴയുടെ കുഴപ്പമില്ല, ഉഷാറായിട്ട് കച്ചവടം പോകുന്ന കുഴപ്പമില്ല. ഞങ്ങൾക്ക് ആർക്കും വെളിയിറങ്ങാൻ വയ്യ, നിങ്ങൾക്ക് മാത്രം കച്ചവടം. കഴിഞ്ഞ മാസം നമ്മൾ ഉഷാറായിട്ട് ടാർഗറ്റൊക്കെ അടിച്ചു, എല്ലാം ഹാപ്പി ആയിട്ടിരിക്കുന്നു, പിള്ളേരെല്ലാം ഹാപ്പിയാണ്. വെരി ഗുഡ്. അപ്പോൾ ഇത്തവണ നമ്മളെങ്ങനെ പരിപാടി, എത്ര ലക്ഷം രൂപ തൊട്ട്? നമുക്ക് ഈ തവണ ഒരു 1,00,000 രൂപയ്ക്ക് താഴെ തൊട്ട് നമുക്ക് ഒരു 10,00,000 രൂപ വണ്ടി നമ്മുടെ കിടപ്പുണ്ട്. നമുക്ക് അത്രയും ലക്ഷം വരെയൊക്കെയുള്ള കസ്റ്റമേഴ്സ് വീഡിയോ കണ്ടിട്ട് വരാറുണ്ടോ? തീർച്ചയായിട്ടും വരാറുണ്ട്. അല്ല, ഞാൻ ചോദിച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് എല്ലാം ചെറുതെടുത്താൽ മതി എന്ന് വിചാരിച്ചു. തീർച്ചയായും നമുക്കിവിടെ 15,00,000 സിയാസ്, നമ്മുടെ XL6, ഇൻവിറ്റ് എല്ലാം നമുക്ക് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങൾ നോക്കിയാലോ. അപ്പോൾ നമ്മുടെ വണ്ടി 2007 മോഡൽ ഓൾട്ടോ LX ടെസ്റ്റ് കഴിഞ്ഞ് നല്ല ക്ലീൻ കണ്ടീഷൻ വണ്ടി. ഒരു സ്ക്രാച്ചസോ റീപെൻറ്റെല്ലാം ചെയ്ത് വേണ്ടി നീറ്റാಗಿ ഇട്ടിരിക്കുകയാണ്. വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. 4 പുതുപുത്തൻ ടയർ, നല്ല ക്ലീൻ വണ്ടി. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്ത് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ആക്സറീസ്, അതായത് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്തുണ്ട്. വേറെ ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നുമില്ല. 2007 മോഡൽ ഓൾട്ടോ LX വണ്ടി, AC വണ്ടി. 2027 വരെ വണ്ടിക്ക് പേപ്പറും കാര്യങ്ങളും വരെ ഉണ്ട്. AC ഒക്കെ നല്ലപോലെ വർക്ക് ചെയ്യും. AC എല്ലാം വർക്കിംഗ് ആണ്, ഒരു കുഴപ്പമില്ല, എല്ലാം പക്കയാണ്. ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടുണ്ട്, അത് വൃത്തിയായിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, റീപ്ലേസ് ആയിട്ടൊന്നും ഇല്ലെന്ന്. മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നും നിലവിൽ വണ്ടിക്ക് ഒന്നുമില്ല. വണ്ടിക്ക് ഇത്രയും വർഷമായ ഒരു വണ്ടിയല്ലേ, നോക്കിയെടുത്താൽ മതി. ചെക്ക് ചെയ്ത് മെക്കാനിക്കാണ് ചെക്ക് ചെയ്ത് വണ്ടി എടുത്താൽ മതി. അത്ര ഗ്യാരണ്ടിയാണ് ഞാൻ പറയുന്നത്. 2007 മോഡൽ ഓൾട്ടോ LX തേർഡ് ഓണർഷിപ്പ് വണ്ടി. ഓക്കെ, എത്ര ചോദ്യം? നമുക്കൊരു 87 രൂപ കൊടുക്കാം. നമുക്ക് 87,000 രൂപ കൊടുക്കാം. അപ്പോൾ പറഞ്ഞു തരുമ്പോൾ 80 രൂപ വണ്ടി നിന്ന് കാണാൻ പറയാം. അപ്പോൾ ഏറ്റവും അഡ്ജസ്റ്റ് കൊടുക്കാം നമുക്ക്. നമ്മളിപ്പോൾ കണ്ട നേരത്തെ കണ്ട അതേ മോഡലാണ് 2007. അത് വൈറ്റ് കളർ, സിൽവർ കളർ. 2007 മോഡൽ LX സ്റ്റാൻഡേർഡ് സിംഗിൾ ഓണർ വണ്ടിയല്ലോ. LX സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ ഇത് നമുക്ക് സെയിം റേറ്റ് 87-88 രൂപയ്ക്ക് ഈ വണ്ടി നമുക്ക് കൊടുക്കാം. രണ്ട് വണ്ടി നമ്മൾ 2007 മോഡൽ ഓൾട്ടോ LX കിടപ്പുണ്ട്. വേറെ ആക്സിഡൻറ്റും കാരണം ഇന്നും നിലവിൽ ഇതും വണ്ടിക്കകത്തില്ല. ഇതുവരെ 90,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓട്ടുള്ളൂ. 90 ഓടി. 90 എന്ന് പറയുന്നതേ ഒരു സംശയമാണ്. ഒരു ഈ 1,00,000 ഒക്കെ ഉള്ള വണ്ടികൾ കറക്കി 90 ആക്കി വെക്കുന്നതാണ്. ഇല്ല, അങ്ങനെ നമ്മൾ ഹിസ്റ്ററിയും കാര്യങ്ങളും ചെക്കിൽ നമ്മൾ വണ്ടി എടുക്കത്തുള്ളൂ. അല്ല, വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 2007-2006 മോഡലൊക്കെ ആവുന്നുണ്ട്. ഇത്രയും ഓട്ടം കുറച്ച് വെക്കുന്നു എന്നുള്ള പ്രവണതയാണ്. നമ്മൾ ഈ കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടി നോക്കി നമ്മൾ, അതായത് ജെന്യൂൻ കിലോമീറ്റർ സർവീസുള്ള വണ്ടി മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. ഹിസ്റ്ററി ഉള്ള വണ്ടി അതിനകത്ത് എടുക്കുന്നുള്ളൂ. നമ്മൾ അങ്ങനത്തെ എടുക്കത്തുള്ളൂ നമ്മൾ. അപ്പോൾ ആ രീതിയിൽ കിലോമീറ്ററിൻ്റെ ഇതിൽ വിശ്വസിക്കാം, 100%. ഓക്കെ, എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 88 രൂപ 87 രൂപ റേഞ്ച് വണ്ടി നോക്കാം. 2007 കേട്ടില്ല, സെയിം പ്രൈസ് 2007 തന്നെ. 27 രൂപ പേപ്പറുണ്ട്. വേറെ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല, നീറ്റ് വണ്ടി. അടുത്ത നമ്പർ I10 ഓട്ടോമാറ്റിക് വണ്ടി, ഒരു ലോ ബഡ്ജറ്റ് ഓട്ടോമാറ്റിക് വണ്ടി. 2009 മോഡൽ I10, 2029 വരെ പേപ്പറുണ്ട്. അത് ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി. 2009 മോഡൽ വണ്ടി. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് കറക്റ്റ് കിലോമീറ്റർ 90 കിലോമീറ്റർ. കറക്റ്റ് കിലോമീറ്റർ ആണെങ്കിൽ 81,078 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എത്ര? 81,000 കിലോമീറ്റർ. 81,000 കിലോമീറ്റർ. 90 പറഞ്ഞ് 90 ആയതാ. 81,078 കിലോമീറ്റർ. ഫോർഡ് പവർ വിൻഡോ ആണല്ലേ? അതെ. വണ്ടി കാണാൻ ഓട്ടോമാറ്റിക് ആണേ. ഓട്ടോമാറ്റിക് ഗിയർ ഒന്ന് കാണിച്ചാൽ ജസ്റ്റ് ഒന്ന്. ഞാൻ കണ്ടാൽ മാത്രം പോരല്ലോ, ജനങ്ങളും കാണുമല്ലോ. കാണിച്ചു.
2009 മോഡൽ ആയിട്ടാണ്. വണ്ടി വൃത്തിയുണ്ട് കേട്ടോ. വണ്ടി ബാക്ക് സൈഡൊക്കെ നോക്കിയാലും സീറ്റ് കവേഴ്സൊക്കെ നല്ല വൃത്തിയായിട്ട്. അത് പുതിയ ഇട്ടാണോ നിങ്ങൾ? അല്ല, നമ്മളട്ടം ചെയ്തതല്ല, ഇവിടെ വന്നപ്പോഴേ ഉള്ള. എത്ര ചോദിക്കുന്നത്? നമുക്ക് 2 ലക്ഷം രൂപ കൊടുക്കാൻ വേണ്ടി. നമുക്ക് 2009 ഓട്ടോമാറ്റിക് ആയിട്ടാണ്. അത്രയും വില ഉണ്ടോ? ഓട്ടോമാറ്റിക് ഇല്ലേ, ഒരു ലോ ബഡ്ജറ്റ് ഓട്ടോമാറ്റിക്. അത് ഓടിച്ച് പഠിക്കുന്നവർക്കും ഓടിച്ച് പഠിച്ചവർക്കും അത്യാവശ്യം കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടി. അടുത്തൊരു സെലേറിയോ, 2018 മോഡൽ സെലേറിയോ, വെറും 20,000 കിലോമീറ്റർ ഓടി വണ്ടി. വേറെ ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നുമില്ല. 2018 മോഡൽ വണ്ടി. ടയർ അല്ലേ? അതെ, ഫസ്റ്റ് ടയർ വണ്ടി. 20,000 കിലോമീറ്റർ ഓടിയ വണ്ടി. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റീരിയോ കാര്യങ്ങൾ സെൻട്രലൊക്കെ അത്യാവശ്യം ഫോർമാറ്റും ആക്സറീസ് കാര്യങ്ങളെല്ലാം വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. 2018 മോഡൽ സെലേറിയോ VXi വണ്ടി. ബാക്ക് സൈഡ് നോക്കിയാലും വൃത്തിയായിട്ട് തന്നെ. അത് കിലോമീറ്റർ ഓടിയിട്ടില്ല. കറക്റ്റ് 20,000 സംതിങ് കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. എത്ര ചോദിക്കുന്നത്? ഇതൊക്കെ 4,10,000 കൊടുക്കാം നമ്മൾ. 4,10,000 നമ്മൾ ആസ്കിങ് റേറ്റ് നമ്മൾ ഇട്ടേക്കുന്നത്. ഏത് വർഷമായിരുന്നു? 2018 മോഡൽ. 18. അടുത്താണ് റിറ്റ്സ്, 2014 മോഡൽ റിറ്റ്സ് VXi വണ്ടി. 2014 മോഡൽ എന്താ ഓടി? VXi വണ്ടി. കിലോമീറ്റർ വെറും 66,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓട്ടുള്ളൂ. 2014 മോഡൽ റിറ്റ്സ് VXi. 4 ടയറും കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്തുണ്ട്. അത്യാവശ്യം സീറ്റ് കവറും ഫോൾമാറ്റും കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്ത് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വേറെ അല്ലാതെ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും നിലവിൽ വണ്ടിക്കകത്തില്ല. പക്ഷേ അകം കാണാൻ ഒരു വൃത്തിക്കുറവ്. അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്നത് കുഴപ്പമില്ല. വൃത്തിക്കുറവ് ഫീൽ എല്ലാം ക്ലീൻ ചെയ്താൽ പറ്റും. ബാക്ക് സൈഡൊക്കെ നോക്കിയാലും സീറ്റ് കവറൊക്കെ കൊള്ളാം. അതൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഫ്ലോർ മാറ്റ് കാര്യങ്ങളെല്ലാം അടിച്ചിട്ടുണ്ട്. അതൊക്കെ ഓക്കെ. ടയേഴ്സൊക്കെ ഒരുവിധം ടയേഴ്സും കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഇല്ല, മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ അങ്ങനെ ഒന്നും നിലവിൽ വണ്ടിക്കില്ല. ഒന്ന് എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 3,500 കൊടുക്കാം. നമുക്ക് 3,50,000 കൊടുക്കാം. എത്ര രൂപ നമുക്ക് ഇറക്കാൻ പറ്റും? നമുക്ക് ഒരു 50-60 രൂപ വണ്ടി. ഒരു 3 ലക്ഷം രൂപ വണ്ടിക്ക് ലോണും കിട്ടും. വണ്ടിക്ക് 3 ലക്ഷം കിട്ടും. അടുത്താണ്ട് ഒരു വാഗണർ, 2014 മോഡൽ വാഗണർ. നല്ല ക്ലീൻ പീസ് വണ്ടി. 14 വെറും 40,000 കിലോമീറ്റർ 40,000 കിലോമീറ്റർ ഓടി 2014 മോഡൽ വാഗണർ VXi വണ്ടി. ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ആണ്. കറക്റ്റിൽ 40,385 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിക്കുന്നത്. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല. അത് VXi ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ VXi. ഓക്കെ. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 3,40,000 കൊടുക്കാം. ഇതും 50 രൂപ കണ്ടേ ഇറങ്ങാം. സുഖമായിട്ട് ഇറങ്ങാം. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊന്നും വണ്ടിക്കത്തില്ല. 2020 മോഡൽ സ്വിഫ്റ്റ് VXi വരുന്നുണ്ട്. വെറും 39,000 കിലോമീറ്റർ ഓടി വണ്ടി. 2020 മോഡൽ സ്വിഫ്റ്റ് VXi 39,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. കറക്റ്റ് കിലോമീറ്റർ പറയുകയാണെങ്കിൽ 39,843 കിലോമീറ്റർ വണ്ടി ഓടിയിരിക്കുന്നത്. വണ്ടിക്ക് അതൊക്കെ കൊള്ളാം. നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. സീറ്റ് കവറും ഫ്ലോർ മാറ്റും കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്ത് ചെയ്തിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നുമില്ല. അതുകൂടാതെ നമുക്ക് ഇതിനൊക്കെ 1 ഇയർ വാറണ്ടി, അതായത് എൻജിനും ഗിയർ ബോക്സിനും നമുക്ക് 1 ഇയർ വാറണ്ടിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് വണ്ടിക്ക്. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 5,90 റേഞ്ചിന് കൊടുക്കാം. 2020 മോഡൽ സ്വിഫ്റ്റ് VXi വണ്ടി, 38,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. ഫസ്റ്റ് ടയറാണോ സെക്കൻഡ് ടയറാണോ കിടക്കുന്നത്? സെക്കൻഡ് ടയർ കിടക്കുന്നത്. ഫസ്റ്റ് ടയർ എന്തായാലും 40 കിലോമീറ്റർ ഓടത്തില്ല. സെക്കൻഡ് ടയർ കിടക്കുന്നത്. എല്ലാ ടയർസും സെക്കൻഡ്. അടുത്താണ്ട് ഓട്ടോമാറ്റിക് വണ്ടി, നമ്മുടെ ലേറ്റസ്റ്റ് ഫ്രോൺസ് 2023-24 രജിസ്ട്രേഷൻ ഫ്രോൺസ് ഡെൽറ്റ പ്ലസ് ഓട്ടോമാറ്റിക് വണ്ടി. വെറും 12,000 കിലോമീറ്റർ മാത്രം ഓടി സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. ഫ്രോൺസ് ആദ്യമായിട്ടാണ് എൻ്റെ മുമ്പിലേക്ക് വരുന്നത് കേട്ടോ. അതെ, 2023 മോഡൽ 24 രജിസ്ട്രേഷൻ, കറക്റ്റ് കിലോമീറ്റർ 12,719 വണ്ടി. ഡെൽറ്റ പ്ലസ് AGS വണ്ടി. വേറെ ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ക്ലീൻ വണ്ടി. എക്സ്റ്റൻഡ് വാറണ്ടി കിട്ടും. അതുപോലെ നമ്മുടെ വാറണ്ടി വണ്ടി കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ വാറണ്ടി പീരീഡ് എത്ര ആളും കൂടി ഉണ്ട്? നീ അത് നോക്കാം. എന്തായാലും എക്സ്റ്റൻഡ് വാറണ്ടി എന്തായാലും കാണും വണ്ടിക്ക് എന്തായാലും. അതുകൂടാതെ നമ്മുടെ വണ്ടിയുടെ വാറണ്ടി വണ്ടി കിട്ടുന്നത് 2023 മോഡൽ 24 രജിസ്ട്രേഷൻ ഫോൺസ് ഡെൽറ്റ പ്ലസ് ഓട്ടോമാറ്റിക് വിടും 12,000 കിലോമീറ്റർ. എത്ര ചോദിക്കുന്നത്? നമ്മുടെ എക്സ്പെയർ റേറ്റ് വെറും 9,50,000 രൂപയാണ്. ഇത് ഇറങ്ങിയപ്പോൾ എന്താണ്? ഇറങ്ങിയപ്പോൾ എനിക്കൊന്ന് 12 രൂപയ്ക്കകത്ത് വില വരുവാണ്. റേഞ്ച് വരും. വരുന്നുണ്ട്. ടയർസ് നോക്കണ്ട, വെറും 12,000 കിലോമീറ്റർ ടയർ. അടുത്ത 2011 മോഡൽ ഓൾട്ടോ LX 2 കിടപ്പുണ്ട്. റെഡും കിടപ്പുണ്ട്, വൈറ്റും കിടപ്പുണ്ട്. ഫസ്റ്റ് റെഡ് നോക്കാം. 2011 മോഡൽ വണ്ടി, വെറും 80,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. ഇത് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ് 1,30,30,000 രൂപ മാത്രം. 2011 മോഡൽ
ഓൾട്ടോ LXi AC പവർ സ്റ്റിയറിംഗ് സെൻട്രലൊക്കെ വരുന്ന വണ്ടി വെറും 1,30,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. AC ഒക്കെ പവറാണേ. AC പവർ സ്റ്റിയറിംഗ് രണ്ടും ഉണ്ട് വണ്ടി. AC ഒക്കെ നല്ലപോലെ വർക്ക് ചെയ്യുന്നു. ഇറക്കി വേണത്തിരുന്നു ഇതിനകത്ത്. തണുപ്പൊന്നും ഇടാൻ പറ്റത്തില്ല, അമ്മാര് വെള്ളമായിരിക്കും. എന്ത് വേടാ നീ അതിനകത്ത് കൊടുത്തേക്കുന്നത്? AC-ക്കുള്ള പരിപാടികൾ തന്നെയല്ലേ. എത്ര ചോദിച്ചാൽ 1,30,000? 1,30,000 കൊടുക്കാം. 2011 മോഡൽ ഓൾട്ടോ LXi. ഓക്കെ. അതുപോലെ തന്നെ അത് റെഡ് കളർ, അതിന് വേണ്ടി ഒരു വൈറ്റ് കളർ 2011 മോഡൽ ഓൾട്ടോ LXi. സെയിം റേറ്റ് 1,30,000 1,35,000 ഇതും പോകും. 86,000 കിലോമീറ്റർ മാത്രം കൂടി സിംഗിൾ ഓണർ വണ്ടി. സ്റ്റിയറിംഗ് കാണാൻ എല്ലാം വണ്ടിക്ക് അതിനും വരുന്നുണ്ട്. റീപ്ലേസ്മെൻറ്റും കാണാൻ ഒന്നും നിലവിൽ വണ്ടിക്കില്ല, ഒന്നുമില്ല. ഇല്ല. എത്ര? 1,30,000? 1,35,000 റേഞ്ചൊക്കെ വരുത്തുന്നുണ്ട്. ഈ ഒരു റേഞ്ചിലൊക്കെ നിൽക്കുന്ന വാഗണർ ഒന്നുമില്ല? ഉണ്ട്, വണ്ടി ഉണ്ടല്ലോ. അങ്ങനത്തെ 2-3 വണ്ടികളും കൂടി കാണിക്കാം. ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി കിടപ്പുണ്ട്. നമ്മുടെ ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി കിടപ്പുണ്ട്. കിടപ്പുണ്ട്. ഏത് വർഷം? 2009 കിടപ്പുണ്ട്, 2008 കിടപ്പുണ്ട്. അപ്പോൾ അത് കാണിച്ചപ്പോൾ അടുത്ത 2009 മുകളിൽ വാങ്ങാൻ നമ്മൾ 1,01,00,000 രൂപ ബഡ്ജറ്റിൽ 2009 മുകളിൽ വാഗണർ. അത് 2029 വണ്ടിക്ക് പേപ്പറുണ്ട്. 2009 മുകളിൽ വാഗണർ LXi വണ്ടി, 87,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. സെക്കൻഡ് ആണ്? അതെ. പറയൂ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല വണ്ടി. ഇല്ല. 2009 മോഡൽ വാഗണർ LXi. AC പവർ സ്റ്റിയറിംഗ്. 2029 വണ്ടിക്ക് പേപ്പറുണ്ട് കേട്ടോ. 2029 ടെസ്റ്റ് കഴിഞ്ഞുള്ളൂ. 2029 വണ്ടിക്ക് പേപ്പറുണ്ട്. 2009 മോഡൽ വാഗണർ LXi. നമുക്കൊരു 1.5 ബഡ്ജറ്റിന് വേണ്ടി ചുവടിറക്കാം. 1.5? അതെ. അതുപോലെ തന്നെ 2008 മോഡൽ വാഗണർ കിടപ്പുണ്ട്. 8 മോഡൽ 2028 പേപ്പറുള്ള വണ്ടി. ഇത് നമുക്കൊരു 1.30 റേഞ്ചിന് കിടക്കാം. 1.30 റേഞ്ചിനൊക്കെ 2008 മോഡൽ 2028 വരെ പേപ്പറുള്ള വണ്ടി. 1.30 ആ റേഞ്ചിന് വേണ്ടി ഇറങ്ങാൻ പറ്റുന്നുണ്ട്. വണ്ടിയുടെ സീറ്റ് കവറൊക്കെ മോശമാണല്ലോ. പഴയ വണ്ടിയിലൂടെ അതിൻ്റേതായ ഒരു പ്രശ്നം. മാറ്റി കൊടുക്കൂ. നമുക്ക് റേറ്റ് ഒത്തിരി നമ്മൾ ചെയ്ത് കൊടുക്കും, കുഴപ്പമില്ല. നമുക്ക് നിങ്ങൾ ഈ പറഞ്ഞ വിലക്ക് എന്തായാലും എടുക്കത്തില്ല, ഒരു ബാർഗനിങ് വരുമല്ലോ. അപ്പം അത് കഴിയുമ്പോൾ പിന്നെ വർക്കും കൂടെ ചെയ്ത് കൊടുക്കാൻ നടക്കൂ. സീറ്റ് റേറ്റ് അഡ്ജസ്റ്റ് കൊടുക്കാൻ പോകാൻ റേറ്റ് അഡ്ജസ്റ്റ് കൊടുത്താൽ പോരെ? അത് നമുക്ക് ചെയ്ത് കൊടുക്കും, തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കയറൊക്കെ വരുന്ന കേസ് നമ്മൾ തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കും. നിന്റെ പേര് പറഞ്ഞാൽ മതി. എൻ്റെ പേര് അറിയാവുന്ന പോലീസുകാരൻ്റെ 2 അടി കൂടുതൽ കിട്ടുമെന്നാ. വെറുതെ അത് വേണോ? അവർക്ക് കിട്ടുന്നേ കൂടി പോകും. ഇല്ല, കുഴപ്പമില്ല. അളിയൻ്റെ പേര് പറഞ്ഞാൽ ചെയ്ത് കൊടുത്തോളാം. അടുത്ത നമ്മൾ ഓൾട്ടോ 800 വണ്ടി, 2020 മോഡൽ ഓൾട്ടോ 800 VXi. LXi അല്ല, VXi. അതായത് ടോപ്പ് വേരിയൻ്റ് വണ്ടി. 2020 മോഡൽ VXi വണ്ടി. വെറും 11,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. 11? വെറും 11,000 കിലോമീറ്റർ. എന്തുകൊണ്ട് ഇതൊന്നും ഓടാനല്ലേ ഇവരെടുത്തേ? കേട്ടില്ല. ഓടാനല്ലേ ഇവരൊക്കെ വാങ്ങിക്കുന്നേ? നീ വെറും 11,416 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിക്കുന്നത്. 2020 മോഡൽ ഓൾട്ടോ 800 VXi വണ്ടി. വെറും 11,000 കിലോമീറ്റർ. വണ്ടി സീറ്റ് ഓരോ ഫോർമാറ്റ്, പീസ് മാറ്റ് കാര്യങ്ങൾ എല്ലാം വണ്ടിക്കകത്തുണ്ട്. വേറെ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും നിലവിൽ വണ്ടിക്കകത്തില്ല. അതുകൂടാതെ തന്നെ എൻജിനും ഗിയർ ബോക്സിനും നമുക്ക് വാറണ്ടിയും വരുന്നുണ്ട്. 2020 മോഡൽ ഓൾട്ടോ 800 VXi. 11,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. എത്ര എയർ ബാഗ് ഉണ്ട്? 2 എയർ ബാഗ്. 2 എയർ ബാഗ്. ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് 3,50,000 രൂപയാണ്. 3,50,000. അതുകൂടാതെ 2019, 2020 വൈറ്റ് കളർ, 2012 ഇത്ര ഓൾട്ടോ നമ്മുടെ കിടപ്പുണ്ട്. വേറെ അതിനകത്ത് ഇതെല്ലാം റേറ്റ് 2.5 ബഡ്ജറ്റിന് കിടപ്പുണ്ട്, 2.5 ബഡ്ജറ്റിന് കിടപ്പുണ്ട്, 3.5 ബഡ്ജറ്റിന് കിടപ്പുണ്ട്. ഇഷ്ടംപോലെ വണ്ടി നമ്മുടെ കിടപ്പുണ്ട്. ഈ 2.5 ബഡ്ജറ്റ് ഇതെങ്ങനെയാണ് വില? 2013 മോഡൽ 2 ബഡ്ജറ്റ് എടുത്തു. 2013 മോഡൽ ഓൾട്ടോ ഓണർ 2 ബഡ്ജറ്റ് എടുത്തുള്ളത്. 2017 മോഡൽ വാഗണർ സ്റ്റിംഗ്റേ. അതായത് നമ്മുടെ VXi പ്ലസിൻ്റെ സ്റ്റിംഗ്റേ ടോപ്പ് വേരിയൻ്റ്, നമ്മൾ അലോയ്സ് വരുന്ന വണ്ടി. 2017 മോഡൽ. എത്ര ഓടി? കിലോമീറ്ററാണ് ഹൈലൈറ്റ്. വെറും 13,000 കിലോമീറ്റർ. 13,000 കിലോമീറ്റർ? 13,462 കിലോമീറ്റർ ഉള്ളതാണ്. പക്ക. ഈ സംശയം എല്ലാവർക്കും ആർക്കും വരാം. നമ്മുടെ കമ്പനി ഹിസ്റ്ററി എല്ലാം നമ്മുടെ ഉണ്ട്. ഓക്കെ. 2017 മോഡൽ വാഗണർ VXi പ്ലസ് സ്റ്റിംഗ്റേ മോഡൽ. വണ്ടി നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. 13,462 കിലോമീറ്റർ. ആ ഫസ്റ്റ് ടയർ തന്നെയല്ലേ? ഫസ്റ്റ് ടയർ കിടക്കുന്നത് 17 മോഡൽ ടയർ. 13,000 രൂപ ടയർ കിടക്കുന്ന വണ്ടികൾ. ഓക്കെ. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 4,20 നമുക്ക് കൊടുക്കാം. 4,20? 4,20,000 വണ്ടി നമുക്ക്. നമുക്കൊരു 4 ലക്ഷം രൂപ വണ്ടിക്ക് ലോൺ കൊടുക്കാം. നമുക്ക് വണ്ടിക്ക് പരാജയ വണ്ടിയാണ് വാഗണറോ? ഈ മോഡൽ ഒരു പരാജയമില്ല. വണ്ടി ഇഷ്ടംപോലെ ഇറങ്ങുന്നുണ്ട്, ഒരു കുഴപ്പമില്ല വണ്ടിക്ക്. എന്നാലും സാധാരണ വാഗണർ വെച്ച് നോക്കുമ്പോൾ അത്ര ഓടി ഇറങ്ങി വണ്ടി. സാധാരണ വാഗണർ അലോയ്സ് വരുന്നുണ്ടോ? 4 അലോയ്സ് കമ്പനി അലോയ്സ് വേണമെങ്കിൽ 30,000 രൂപ 4 അലോയ്സ് വേണമെങ്കിൽ. സാധാരണ വാഗണർ അലോയ്സ് വരുന്നുണ്ടോ? അങ്ങനെ വരുന്നുണ്ടോ? ഇല്ല. പറ. ഇല്ല. ഇതിന് വരുന്നുണ്ട്. DRL ഹെൽഡാബ് വരുന്നുണ്ടോ? ഇല്ല. ഇതിന് വരുന്നുണ്ട്. അപ്പം എങ്ങനെ
അങ്ങനല്ല ഞാൻ പറഞ്ഞത്. വണ്ടി സാധാരണ വണ്ടികളെ വെച്ച് നോക്കുമ്പോൾ വാഗണർ ബാക്കി മോഡലുകൾ വന്നതിൻ്റെ അത്രയൊന്നും ഇത് ഇറങ്ങില്ല. ചില ഇതിനെക്കാട്ടി കൂടുതൽ മറ്റു വണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ ഇതിന് വേണ്ടല്ല ആവത്തില്ല എന്തായാലും. സ്റ്റിംഗറെ മുകളിൽ ആലോചിച്ചിട്ട് വേറെ എന്തായാലും ഇറങ്ങിയിട്ടില്ല ഇതുവരെയായിട്ടും. അടുത്ത വണ്ടി ഒരു മാരുതി 800 2005 മോഡൽ ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി വീണ്ടും റീടെസ്റ്റ് 2030 വരെ പേപ്പറുണ്ട്. 30 വരെ MB5 വണ്ടി. ഈ ടെസ്റ്റ് കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ടയർ കൊള്ളില്ലല്ലോ. ടയർ കൊള്ളാൻ അത്യാവശ്യം ടെസ്റ്റ് എടുത്ത് നമ്മൾ സെറ്റ് ചെയ്തെടുത്തത്. ടയർ മാറി വേറെ ഇട്ടായിരിക്കാം നമുക്ക് ടെസ്റ്റ് ചെയ്ത വണ്ടി കിട്ടിയത് നമുക്ക്. ഓക്കെ, അപ്പോൾ അവർ തന്നപ്പോൾ ഊരിയതായിരിക്കും. അതൊന്നും പറയത്തില്ല, പക്ഷെ നമുക്ക് വന്ന കണ്ടീഷൻ വണ്ടി കിടക്കുവാണ്. വണ്ടിക്കകം നോക്കട്ടെ. തുരുമ്പുണ്ടോ? മാറ്റി. അതാണ്, ഇതാണ് കണ്ടീഷൻ. ഓക്കെ, എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 60 രൂപ കൊടുക്കാം. 60 രൂപ. 60 രൂപ കൊടുക്കാം. 2005 മോഡൽ വണ്ടി മാരുതി 800 2030 വരെ പേപ്പറുണ്ട്. ടെസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞുള്ളൂ. 2030 വരെ പേപ്പറിന് വണ്ടിക്ക്. ഈ റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, മേജർ അങ്ങനെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. ഈ ഞാൻ സംശയം കൊണ്ട് ചോദിക്കുന്നതാണ്, നീന്നല്ല, ഒരുവിധപ്പെട്ട എല്ലാ കച്ചവടക്കാരും പറയുന്നതാണ് മേജർ സർവീസ് അല്ലെങ്കിൽ കംപ്ലൈൻസ് ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡോറൊക്കെ മാറിയിട്ടുണ്ട്. ഇല്ല, ഡോർ മേജർ അതാണ് ഞാൻ മേജർ എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഡോറ്, ബോണ്ട്, ഗ്ലാസ്, അഫോൺ, ഇതാണ് മേജർ. അല്ലെങ്കിൽ നോർമൽ, അതായത് ബമ്പർ, അത് നോർമൽ റീപ്ലേസ്മെൻറ്റ്. ഒരു ക്ലെയിമിനുണ്ടെങ്കിൽ അവരെന്തായാലും ഒരു ബമ്പർ റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ തരും. അതാണ് നമ്മൾ ഈ റീപ്ലേസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ ബമ്പർ ഈ മേജർ റീപ്ലേസ് ഡോർ, ഇപ്പോൾ ഡോറ് മാറിയെന്ന് വെച്ചോ റീപ്ലേസ്മെൻറ്റ് നമുക്ക് പറയാൻ പറ്റും. കാരണം അത് വണ്ടിയുടെ മാർക്കിനെ ബാധിക്കും, ക്വാളിറ്റി മാറിക്കും. നമ്മുടെ അഫ്രോൺ വണ്ടിയുടെ നന്നായിട്ട് ബാധിക്കുന്ന അഫ്രോൺ ഇങ്ങനെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് പറഞ്ഞാൽ ഇവ കാരണമൊന്നും വണ്ടിക്കത്തില്ല. അതൊക്കെ അല്ല ഞാൻ ചോദിക്കുന്നത്. ഇപ്പം അങ്ങനെ ഞാൻ ചോദിക്കുമ്പോൾ ഇപ്പം നിങ്ങൾ ഈ കടയിലെ ആൾക്കാർ ബമ്പർ മാറിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് പറയില്ല. അത് മിക്കവാറും ബമ്പർ എന്തായാലും നോർമൽ എല്ലാ വണ്ടികളും ബമ്പർ നോർമലി മാറുന്നതാണ്. അതിൽ ഈ ക്ലെയിമിന് കൊണ്ടുവരുമ്പോൾ ബമ്പർ സ്ക്രാച്ച് ഉണ്ടെങ്കിൽ അവർ ക്ലെയിം കിട്ടാൻ വേണ്ടി ബമ്പർ റീപെയിൻറ്റ് ചെയ്യാൻ നിൽക്കത്തില്ല. അത് ബമ്പർ ഓൾറെഡി മാറും. ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് ബമ്പർ റീപ്ലേസ് ചെയ്ത് ബമ്പർ മാറുന്നതിനകത്ത്. 2018 മോഡൽ സെലേറിയോ VXi ഓട്ടോമാറ്റിക് വണ്ടി. 2018 മോഡൽ സെലിയോറിയോ VXi ഓട്ടോമാറ്റിക് വണ്ടി. ഓണർഷിപ്പ് എത്ര? കിലോമീറ്റർ വെറും 60,000 കിലോമീറ്റർ മാത്രം പോയി വണ്ടി. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ഉണ്ടല്ലേ? അതൊക്കെ എക്സ്ട്രാ കയറ്റി. ആൻഡ്രോയിഡ് സിസ്റ്റം സെൻട്രലൊക്കെ എക്സ്ട്രാ കയറ്റിയ വണ്ടിക്കകത്ത്. ഓക്കെ, വണ്ടി കാണാനൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ബാക്ക് സൈഡ് നോക്കിയാലും അത്യാവശ്യം ഫോർമാറ്റും കാര്യങ്ങളും സീറ്റുകളും കാര്യങ്ങളെല്ലാം ആക്സറീസ് എല്ലാം ഒരു വണ്ടിക്കകത്ത് കയറിയിട്ട്. അതുകൂടാതെ ഞാൻ നേരത്തെ കണക്ക് മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നും നിലവിൽ വണ്ടിക്കില്ല. എഞ്ചിന് ഗിയർ ബോക്സ് നമുക്കതിന് 6 മാസം വാറണ്ടി കിട്ടുന്നതായിരിക്കും വണ്ടിക്ക്. 2018 മോഡൽ സെലേറിയോ VXi ഓട്ടോമാറ്റിക് വണ്ടി. ചോദ്യം നമുക്കൊരു 4,50,000 കൊടുക്കണം. നമുക്ക് 4.5. 2018 മോഡൽ സെലേറിയോ VXi ഓട്ടോമാറ്റിക്. ഇതാണ് ഒരു ന്യൂ ഷേപ്പ് ബെലാനോ ഓട്ടോമാറ്റിക് വണ്ടി. 2022 മോഡൽ ബെലാനോ ഡെൽറ്റ വേരിയൻറ്റ് ഓട്ടോമാറ്റിക്. വെറും 20,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. കറക്റ്റ് കിലോമീറ്റർ 20,223 കിലോമീറ്റർ വണ്ടി ഓടിയിരിക്കുന്നത്. എങ്ങനെ നീ പറഞ്ഞു ഒന്നുകൂടി പറ. കറക്റ്റ് കിലോമീറ്റർ 20,223 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിക്കുന്നു. 2022 മോഡൽ ബെലാനോ ഡെൽറ്റ AGS ഓട്ടോമാറ്റിക് വണ്ടി. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. സീറ്റ് ഓവർ, ഫ്ലോർ മാറ്റ്, പീസ് മാറ്റ് കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്ത് വരുന്നുണ്ട്. വണ്ടി കാണാനും കൊള്ളാം, നല്ല വൃത്തി. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 7,90,000 കൊടുക്കാം. 2022 മോഡൽ ബെലാനോ AGS വണ്ടി. ലാസ്റ്റ് പ്രൈസാ? ലാസ്റ്റിൽ എന്തെങ്കിലും പറഞ്ഞാൽ എന്ത് നമുക്ക് നെഗോഷിയേഷൻ ഉണ്ടാക്കാം, സെറ്റ് ചെയ്യാം. അതുകൂടാതെ നമുക്കൊരു 10-50 രൂപയൊക്കെ അടച്ചാൽ വണ്ടിക്കകത്ത് ലോൺ ഇട്ടെടുക്കാം. ഒരു 50 രൂപ അടച്ചാൽ ബാക്കി നമുക്ക് ലോൺ ഇറക്കാൻ വേണ്ടി നമുക്ക്. അടുത്താണ് ഒരു ഡിസയർ. 2018 മോഡൽ ഡിസയർ ZXi പ്ലസ്, അതായത് ടോപ്പ് വേരിയൻറ്റ്. 2018 ഡിസയർ ZXi പ്ലസ് വേരിയൻറ്റ്. വെറും 36,000 കിലോമീറ്റർ മാത്രം ഓടിക്കും. 36,700 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിക്കുന്നത്. 2018 മോഡൽ ഡിസയർ ZXi പ്ലസ്. ആൻഡ്രോയിഡൊക്കെ പ്രത്യേകം വെച്ചില്ല? അല്ലല്ല, എല്ലാം ഇമ്പിൾട്ട്. ഞാൻ തിറക്കുന്ന എല്ലാം ഇമ്പിൾട്ട് സാധനങ്ങളാണ്. ഫുൾ ഓപ്ഷൻ ZXi പ്ലസ്. ഞാൻ ഓർത്തില്ല. അത് സീറ്റ് ഓവർ, ഫോർമാറ്റ് കാര്യങ്ങൾ എല്ലാം വണ്ടിക്ക് അതിലുണ്ട്. വേറെ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടിക്ക്. അതുകൂടാതെ വാറണ്ടിയും വരുന്നുണ്ട് വണ്ടിക്ക്. എത്ര വർഷം? എഞ്ചിനും ഗിയർ ബോക്സിനും 6 മാസം വാറണ്ടി വണ്ടിക്ക് വരുന്നുണ്ട്. 6 മാസം? അതെ. ടയർസും കാര്യങ്ങളും എല്ലാം വണ്ടിക്കകത്തുണ്ട്. 2018 മോഡൽ ഡിസയർ ZXi പ്ലസ്. ചോദ്യം നമ്മൾ 6 ലക്ഷം രൂപയാണ് നമ്മൾ ഇതിന് പ്രതീക്ഷിക്കുന്നില്ല. 6 ലക്ഷം, വെറും 6 ലക്ഷം രൂപയാണ് നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത്. 2018 മോഡൽ ഡിസയർ ZXi പ്ലസ് വേരിയൻറ്റ് വണ്ടി. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്.
ഇഷ്ടംപോലെ വണ്ടി കിടപ്പുണ്ട് കേട്ടോ. എന്നെ ഓടിയെടുക്കാൻ ഇത്രേ പറ്റുള്ളൂ, അത്രയ്ക്ക് വണ്ടി കിടപ്പുണ്ട്. ഒരു ഇപ്പോൾ ഓൾട്ടോ തന്നെ ഞാൻ കാണിച്ചു തന്നതിൽ കണ്ടില്ലേ, ഒരു വണ്ടി കാണിച്ചു തന്നിട്ട് ബാക്കി വണ്ടികൾ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ വേറെ വണ്ടികൾ കാണിക്കണ്ടേ, അതുകൊണ്ട് അങ്ങനെ കാണിച്ചു, എല്ലാം ഓൾട്ടോ കാണിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മാറ്റിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചെറുതും വലുതുമായ വണ്ടികൾ കാണിച്ചു തരാൻ കഴിഞ്ഞു എന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.